സർ, ഞാനിവിടെ ഈ ബിനാലെ കാണാൻ വരുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് നല്ലതുപോലെ ഉണ്ട്. സാർ ഇവിടെ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ബിനാലെ കാണാൻ വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങൾ വളർന്നു വരുന്ന യുവതലമുറയോട് സാറിന് എന്താണ് പറഞ്ഞു തരാനുള്ളത്? ഇത് ഒരു കൊച്ചി ബിനാലെ ഞാൻ ആദ്യം മുതൽ കാണുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കലാപ്രദർശനമാണിത്. അതേസമയം ഈ ഏഷ്യയിലെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ സമകാലിക കലയുടെ പ്രദർശനം എന്നും ഈ ബിനാലെയെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകമാകെ അറിയപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മലയാളിക്ക് ഏറ്റവും അധികം അഭിമാനിക്കാവുന്ന ഒന്നാണ് കൊച്ചി ബിനാലെ. കാരണം ലോകത്തെ ടൂറിസ്റ്റുകളെ എല്ലാം ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കലാ സംസ്കാരത്തിലും ചിന്തകളിലുമൊക്കെ വലിയ മാറ്റം പുതിയ തലമുറ ഉൾപ്പെടെ ഉണ്ടാക്കാൻ ബിനാലെ കഴിഞ്ഞിട്ടുണ്ട്. കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ 2010 സ്ഥാപിതമാവുന്നത്. പശ്ചിമ കൊച്ചിയിൽ പ്രധാനമായും നടത്തപ്പെടുന്ന കൊച്ചി മുസീരീസ് ബിനാലെ സംഘടിപ്പിക്കപ്പെടുന്നത് കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ്. കേരള സർക്കാരിൻ്റെ പരിപൂർണ പിന്തുണയോടെ നടത്തപ്പെടുന്ന ഈ കലാമേള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കലാ പ്രദർശനമാണ്. 2 വർഷങ്ങൾ കൂടുമ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് ബിനാലെ എന്ന് ഈ പ്രദർശനമേള വിശേഷിപ്പിക്കപ്പെടുന്നത്. കൊച്ചി ബിനാലെയുടെ 6ാം ലക്കമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 66 ആർട്ടിസ്റ്റ് പ്രോജക്റ്റുകളാണ് ഇത്തവണത്തെ ബിനാലെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര പ്രശസ്തനായ കലാകാരൻ നിഖിൽ ചോപ്രയും ഗോവയിലെ HH ആർട്ട് സ്പേസും ചേർന്ന് ക്യൂറേറ്റ് ചെയ്യുന്നതാണ് കൊച്ചി ബിനാലെയുടെ ഈ 6ാം എഡിഷൻ. ഇങ്ങനൊരു തോട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അർജന്റീനിയൻ കലാകാരൻ നമുക്ക് വേണ്ടി വന്നല്ലേ? ഹായ്, നീരജ്. സൗമ്യ. നീരജ്, നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ട് ഹോട്ടലുകളിലൊക്കെ പഴയ ഭക്ഷണം കൊടുക്കുന്നു അല്ലേ? പഴയ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ ആയിട്ടുള്ള സാധനം അവർ പിന്നെയും ചൂടാക്കി കൊടുക്കുന്നു. പക്ഷെ അതിനേക്കാളും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കയറിയാൽ നമ്മുടെ വീടുകളിൽ അതിനേക്കാളും പഴക്കമുള്ള സാധനം പിടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കുന്ന സാധനങ്ങൾ ധാരാളം വീടുകളുണ്ട്. ചിലപ്പോൾ കുറേ ദിവസം നമ്മളിത് കഴിക്കേണ്ടി വരും. പലപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി വെക്കും. അപ്പൊ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ആണോ ഈ ഇൻസ്റ്റലേഷൻ ചെയ്ത കലാകാരൻ ഉദ്ദേശിച്ചത്? അതെ, യെസ്. സോ ഇത് ഏഡ്രിയൻ വില്ല റോയ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ അർജന്റീനയിലാണ്. അപ്പൊ ആള് ആക്ച്വലി ഇങ്ങനത്തെ ഡയറാമാസ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ലൈവ് ആയിട്ടുള്ള ഡയറാമാസ് അതിങ്ങനെ സമയം പോകുന്തോറും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഇത് ഡിസംബറിൽ നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മള് സ്ഥിരമായി ഉപയോഗിക്കുന്ന കേരളത്തിൽ കണ്ടുവരുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ വീടുകളിൽ കാണുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതലും. അതെ അതെ, നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ 6 ഫ്രിഡ്ജസ് ഉണ്ട്. 6 ഫ്രിഡ്ജിൽ വന്നിട്ട് പല സാധനങ്ങൾ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫ്രീസ് ചെയ്യുന്ന സമയത്തും അതിങ്ങനെ അഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ദിവസം വരുന്ന സമയത്ത് കൂടുതൽ അഴുകി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. അതെ, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇരുന്ന് അഴുകുന്നതിന് തുല്യമായി ഇവിടെയും അഴുകുന്നു. അതെ 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 അതെ. ഇവിടെ പലരും വന്നിട്ട് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. ഇത് മാർച്ച് 31 വരെ ഇങ്ങനെ തന്നെ ഇരിക്കും. അതാണ് അതിന്റെ ഒരു കല. അതെ. അപ്പൊ ലോകത്ത് എങ്ങനെയാണ് കൺസ്യൂമറിസം കൂടുന്നത്? നമുക്ക് ആവശ്യത്തെക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ല എങ്ങനെയാ അഗ്രികൾച്ചർ വർക്കാവുന്നതൊക്കെയാണ് ആള് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു മിനിമലിസത്തിന്റെ ഒരു പ്രചാരണം ഇതിന്റെ
ഈ കലാരൂപത്തിന് പിന്നിലുണ്ടോ അങ്ങനെ ഒരു ചിന്ത? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം മിനിമലൈസ് ചെയ്യുക, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുക, ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിക്കുക എന്നൊരു സന്ദേശം. പക്ഷെ നമ്മളെങ്ങനെ എടുക്കുന്നു എന്നും കൂടിയല്ലേ മേ ബി. അതെ 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 അതെ. നമ്മളുടെ ആവശ്യം എപ്പോഴും ഇത് ചെയ്തിട്ട് അതിന് കൂടുതൽ ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടോ ഇല്ലേ നമ്മളെന്ന് ആലോചിച്ച് ചെയ്യണ പോലെയാണ് ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മള് നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചിലപ്പോ ഭക്ഷണമില്ലായ്മ ഇതൊന്നും അല്ല, എസ്പെഷ്യലി കേരളത്തില്. പക്ഷെ അർജന്റീനയിൽ ഇപ്പോഴും പട്ടിണിയുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാറില്ല, അവിടെ ദാരിദ്ര്യമുണ്ട്. പക്ഷെ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഭക്ഷണം കിട്ടാണ്ട് മരിച്ചു എന്ന് നമ്മൾ കേട്ടിട്ട് കുറച്ച് കാലമായി. സോ എനിക്ക് അതിനൊരു വ്യത്യാസമുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് അർജന്റീനൻ കലാകാരന് ഉണ്ടായിരുന്നിരിക്കാമോ? അതെ, ഉണ്ടാവാം. എഡ്രിയാൻ വില്യാറോയർ അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്ത് 1980 ജനിച്ച കലാകാരനാണ്. റീന ഷിമീൻ്റെ എന്ന 2015 ചെയ്ത തൻ്റെ കലാപരമ്പരയിൽ നിന്നുള്ള 2 ശില്പങ്ങളാണ് കൊച്ചി മുസൂരീസ് ബിനാലെയിൽ എഡ്രിയാൻ അവതരിപ്പിക്കുന്നത്. പ്രധാന ബിനാലെ വേദിയായ ആസ്പിൻ വാളിൽ സ്ഥാപിച്ചിരിക്കുന്ന പഴയ മോഡലിലുള്ള ഫ്രിഡ്ജുകളുടെ തുറന്നിട്ടിരിക്കുന്ന ഫ്രീസറിൽ ജീർണതയുടെ പല ഘട്ടങ്ങളിലുള്ള ജൈവ വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഫ്രിഡ്ജുകളിലെ ഓരോ വസ്തുവും, ഈ ഫ്രീസറുകളിലെ ഓരോ വസ്തുവും ക്യാപിറ്റലിസം എങ്ങനെ ഭൂമിയെ പുനർക്രമീകരിക്കുന്നു എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്.